റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മികച്ച കൗൺസിലിനുള്ള അവാർഡ് തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2015 മുതൽ ജനപ്രതിനിധിയായി തിരുവനന്തപുരം നഗരസഭയിൽ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം 10-13ഓളം മികച്ച കൗൺസിലിൻ്റെ അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ അവാർഡൊക്കെ ലഭിക്കുമ്പോൾ എനിക്ക് ഭയമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഒരു മികച്ച കൗൺസിലറാണല്ലോ താങ്കൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സമയങ്ങളിലും പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാം. ഞാൻ ഈ അവാർഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് എൻ്റെ തിരുവനന്തപുരം നഗരത്തിലെ അമ്മമാർ. ഞാൻ 2 വാർഡുകളിലായിട്ട് നിന്നാണ് ഈ 15 വർഷം ഞാൻ കൗൺസിലറായത്. പക്ഷേ ഈ പല വാർഡുകളും തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗത്ത് നിന്നും പല അമ്മമാരും അവരുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ അവാർഡായി ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ വയോധികരായ നിരവധി വയോധികര് അവരുടെ അനുഗ്രഹം, ആശീർവാദം, അവരുടെ സ്നേഹം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ അവാർഡായി ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ പിഞ്ചു കുട്ടികൾ, അവരുടെ പുഞ്ചിരിയാണ് ഞാൻ ഏറ്റവും വലിയ ആദരമായി കാണുന്നത്. അറിയാലോ, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ നാനാഭാഗത്തുള്ള വ്യക്തിത്വങ്ങൾ വരുന്ന സമയത്ത് അവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. പക്ഷേ പരമാവധി തിരുവനന്തപുരം നഗരത്തിലെ, നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ. ഈ നഗരസഭയിൽ തീർച്ചയായിട്ടും വികസനത്തോടൊപ്പം തന്നെ മനുഷ്യരെ അവരുടെ കണ്ണുനീര്, അവരുടെ ഇല്ലായ്മ, അത് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും ഓരോ ദിനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷപൂർവ്വമാക്കുന്നത്. ഒരിക്കലൊരു വയോധിക, ഒരമ്മ എന്നെ സമീപിച്ചതല്ല, മറ്റൊരാളെ വിട്ട് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അവർക്ക് എന്നെ കാണാൻ പറ്റില്ല, വരാൻ പറ്റില്ല, നടക്കാനൊന്നും വളരെ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സഹോദരനെ കൊണ്ട് അടിയന്തരമായി, അതെൻ്റെ വാർഡ് പോലും അല്ല കേട്ടോ, എന്നെ കാണണമെന്ന്. ഞാൻ മറ്റെന്തോ വലിയ വിഷയമായിരിക്കും എന്ന് വിചാരിച്ച ആ വീട്ടിൽ അമ്മയോടൊപ്പം അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അമ്മയുടെ ആവശ്യം എന്ന് പറയുന്നത് ചെറുതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവരാവശ്യപ്പെട്ടത് വേറെ ഒന്നുമില്ല, അവർക്ക് 4 മാസമായി പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടാത്തത് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ ആധാർ വെച്ച് പരിശോധിച്ച സമയത്ത് അവർ മസ്റ്ററിങ് ചെയ്തിട്ടില്ല. അതായത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് പെൻഷൻ മുടക്കിയിരിക്കുക. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകത്തിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അടുത്ത 3ാമത്തെ ദിവസം 24-ാം തീയതി, ഒരു നവംബർ മാസം 24-ാം തീയതി അവർക്ക് പെൻഷൻ കിട്ടുകയാണ്. പെൻഷൻ കിട്ടിയ സമയത്ത് ഇതേ പയ്യനെ വിട്ട് എന്നെ വിളിപ്പിച്ചു. എനിക്ക് പെൻഷൻ കിട്ടി. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു കൊടുത്തു. വേറെ ഒന്നുമല്ല, അവരുടെ വീട്ടിൽ പെൻഷൻ എത്തിക്കാനുള്ള ഒരു ദിവസം അവർ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ അമ്മ അവർക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്തത് കൊടുത്തതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു മണിക്കൂർ പോലും അതിന് ചെലവഴിച്ചില്ല, പക്ഷെ അമ്മയ്ക്ക് എന്തോ ഒരു വലിയ കാര്യം നേടിയെടുത്തതുപോലെയുള്ള ഒരു സന്തോഷം. എട്ടിപ്പിടിച്ച് അവർ കരയും. ഞാൻ അതിശയപ്പെട്ടു പോയി. എന്താ ഞാൻ ചെയ്തത്? അകപ്പടെ 1 മണിക്കൂർ മാത്രമാണ് അവർക്ക് വേണ്ടി ചെലവഴിച്ചത്. ഞാനിത് പറഞ്ഞു വരുന്നത്, പലർക്കും പല ആവശ്യങ്ങളും വലുതായി തോന്നും, അവർക്ക് വ്യക്തിപരമായി വലുതായി തോന്നും. പക്ഷെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമായി.
അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. നിരവധി ആൾക്കാരുടെ അടുത്ത് അവർ പറയുന്നു. തീർച്ചയായിട്ടും അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡ്. തീർച്ചയായിട്ടും ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടറെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൊട്ടറിഞ്ഞത് കോവിഡ് മഹാകാലത്താണ്. കോവിഡ് വന്ന് നമ്മുടെ നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കൈത്താങ്ങായി നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച അതുപോലെ മുഖ്യമന്ത്രിയുടെയൊക്കെ സഹായത്തിനും കൊടുത്ത പത്രങ്ങളിൽ കൂടിയാണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും അതൊക്കെയാണ് യഥാർത്ഥ സേവനങ്ങൾ. ആ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടറെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം അഭിമാനം തോന്നും. ഇനിയും നമ്മുടെ അനന്തപത്മനാഭന്റെ തിരുമുറ്റത്ത്, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഡോക്ടറുടെ പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെട്ടതായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഈ പുരസ്കാരം, അവാർഡ് തീർച്ചയായിട്ടും നെഞ്ചിലേറ്റിട്ടുണ്ട്. ഇനിയുള്ള ഓരോ ചുമടുകളും തീർച്ചയായിട്ടും വളരെ സൂക്ഷിച്ചു മാത്രം. കാരണം നമ്മളെ പൊതു സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കും. ജനപ്രതിനിധിയായി ഇപ്പോൾ സരിത എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. സരിത ഇപ്പൊ നല്ല കോൺസുള്ള സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്നും വളരെ സന്തോഷം. ഇതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. ആ പ്രചോദനം തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബോധ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു കൗൺസിലർ എന്നുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മോസസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള നാളുകളിൽ എനിക്കുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. Thank you, sir.